കഴുത്ത് മുതൽ നെഞ്ചു മുതൽ മേലോട്ട് കഴുത്തിലേക്ക് തൈറോയ്ഡുകൾ, ശ്വാസച്ചുരുക്കങ്ങൾ, ശ്വാസകോശ ചുരുക്കങ്ങൾ, ക്യാൻസർ രോഗം പോലെയുള്ള ഗുരുതരമായ രോഗങ്ങൾ അവിടെ കൈവച്ചുകൊണ്ട് ആ രോഗങ്ങളുള്ളവരെ നിങ്ങൾക്കില്ലെങ്കിൽ ഉള്ളവർക്ക് വേണ്ടി ആ കൈകൾ വെച്ചുകൊണ്ട് സ്തുതിക്കാൻ പറയുന്നു. സ്തുതികട ഹല്ലേലൂയ. കൈകള് രണ്ട് കൈകളും സ്വന്തം ശിരസിൽ വെക്കുക. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി മൗനമായിട്ട് പ്രാർത്ഥിക്കുക. പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക. വീണുപോയ കാലങ്ങളെ ഓർത്ത് വെണ്ണീരോടെ കരയുക. മനസ്സിലോർത്തുകൊണ്ട് എൻ്റെ ദൈവമേ, നിൻ്റെ നിത്യസ്നേഹത്തിനെതിരെ നിന്നെ അറിയാത്ത കാലങ്ങളിൽ വന്നുപോയ അബദ്ധങ്ങളെ ഓർത്തുകൂടി അടിയന് വിഷമിക്കുന്നു. നീ അറിയാൻ താമസിച്ചതിനെ ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നു. അപ്പാ, സ്വർഗീയപ്പ, അങ്ങേപ്പുത്രൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളം കാണിക്കണമേ അപ്പാ. കണ്ണീരോടെ വരുന്ന മക്കളുടെ മേലെ ആശ്വാസത്തിൻ്റെ വലതുകരം നീട്ടണമേ അപ്പാ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമീൻ. സ്തുതികടേ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Touch the fire finger. Pour out His Spirit. Touch the fire finger. Soft Lord, increase His Spirit. Lord, increase His Spirit of power and grace. കർത്താവേ, മാരക രോഗികളെ സ്പർശിക്കണമേ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ. തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ. കർത്താവേ, സമാധാനമില്ലാത്തവരെ, ഭവനരഹിതരെ, വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ, കുഞ്ഞുങ്ങളില്ലാത്തവരെ, കുടുംബം വെക്കാത്തവരെ, അകന്ന് താമസിക്കുന്ന ദമ്പതികളെ, ജോലിയില്ലാത്തവരെ, സാമ്പത്തിക ബാധ്യതകളുള്ളവരെ, കടങ്ങൾ കയറി മുടിഞ്ഞുകൊണ്ടിരിക്കുന്നവരെ, ജീവിക്കാൻ മാർഗമില്ലാത്തവരെ, ജീവിച്ചു മടുത്തവരെ, സങ്കടം കൊണ്ട് പൊറുത്തുമുട്ടിയവരെ, വേദന കൊണ്ട് ചൂടുമുട്ടിയവരെ, സഹായിക്കാൻ ആരുമില്ലാത്തവരെ, കുഞ്ഞുങ്ങളുടെ പഠിപ്പ് മുടങ്ങിയവരെ, ഒരു വിദ്യാഭ്യാസം അസാധ്യമായവരെ, പഠനങ്ങൾ പറഞ്ഞപ്പെട്ടവരെ, ഡിപ്രഷനുള്ള മക്കളെ, ജീവിതത്തിൻ്റെ കോമ്പറ്റീഷനിൽ ഡിപ്രഷനുള്ള മക്കളെ, മാനസിക അസ്വസ്ഥമുള്ള മക്കളെ, പ്രഷർ രോഗികള്, ഷുഗർ രോഗികള്, കിഡ്നി രോഗികള്, കരൾ രോഗികള്, ഉദര രോഗികള്, യേശുവിന്റെ നാമത്തിൽ ശക്തി ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ശക്തി ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ശക്തി ഒഴുകട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഭാഷാപരത്തെ ശ്രുതികട്ടെ. എല്ലാവരും ശ്രുതികട്ടെ. കർത്താവിന്റെ ശക്തി ഒഴുകുന്ന സമയമാണ്. സ്വർഗീയ സൈന്യങ്ങളോട് ചേർത്തുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു. എല്ലാ മാലാഖമാരുടെ കൂടെ അങ്ങേ സ്തുതിക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ വാസത്തിന്റെ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച ദൈവാനുഭവം പ്രാപിച്ച എല്ലാ മക്കളെ ഓർത്തുകൊണ്ട് ഇപ്പോൾ വേദനിക്കുന്നവരെ, ഇപ്പോൾ കരയുന്നവരെ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടാം.
കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. കർത്താവേ, അങ്ങ് ആശ്വാസത്തിന്റെ വലത് കരം, അങ്ങ് സൗഖ്യത്തിന്റെ വലത് കരം, അങ്ങ് സ്നേഹത്തിന്റെ വലത് കരം അടിപ്പിടർ പോലെ, വൈദ്യാഘാതം പോലെ ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേലും കർത്താവിന്റെ ശത്രുക്കട്ടെ, കർത്താവിന്റെ ശത്രുക്കട്ടെ, കർത്താവിന്റെ ശത്രുക്കട്ടെ, കർത്താവിന്റെ ശത്രുക്കട്ടെ, കർത്താവിന്റെ ശത്രുക്കട്ടെ. ശ്രുതിക്കട്ടെ, 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 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കൈകൾ വീശിക്കൊണ്ട്, കൈകൾ വീശിക്കൊണ്ട് ദൈവപൈതലേ, നിന്റെ കണ്ണ് കൈകൾ കൂപ്പിക്കൊണ്ട്, നിന്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് നിന്റെ അകക്കണ്ണിൽ നിന്റെ കർത്താവിനെ കാണും. ദൈവപൈതലേ, മൗനമായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിന്നെ വിളിച്ചത് നിന്റെ കർത്താവാണ്. നിന്നെ ഈ മഴക്കാലത്ത് തോരാതെ മഴ പെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിലെ തോരാത്ത കണ്ണീരിൻ്റെ കാലമാണിത്. ഭവനരഹിതര്, വീടില്ലാത്തവര്, സമാധാനമില്ലാത്തവര്, മക്കളില്ലാത്തവര്, ഭാര്യാഭർത്താക്കൾ അകന്ന് താമസിക്കുന്നവർ, ജപ്തി ആയിപ്പോയിക്കൊണ്ടിരിക്കുന്നവര്, ജീവിക്കാൻ മാർഗമില്ലാത്ത തൊഴിൽ നഷ്ടപ്പെട്ടവര്, മാരക രോഗികള് കണ്ണീരോടെ കർത്താവിന്റെ ദിശയെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്നെ സ്പർശിക്കുകയും നിന്നെ ആശ്വസിപ്പിച്ച് നയിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന സ്വർഗീയ നിമിഷങ്ങളാണിത്. മൗനമായി പ്രാർത്ഥിക്കേണ്ട ദൈവപൈതലേ, നീ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത്? കർത്താവ് എന്തിനാണ് നിന്നെ വിളിച്ചത്? നിന്റെ അവസ്ഥ എന്താണ്? നിനക്ക് വിടുതൽ വേണ്ട മേഖലകൾ എന്താണ്? ആരാണ് നിന്നെ ഭീഷണിപ്പെടുത്തുന്നത്? ഏത് കേസിലാണ് നീ പെട്ടിരിക്കുന്നത്? എന്താണ് നിൻ്റെ ഉറക്കം കെടുത്തുന്നത്? എന്താണ് നിൻ്റെ പ്രഷർ കൂട്ടുന്നത്? നീ ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കണ്ണീരോടെ യാചിക്കുന്നത്? അതിപ്പോൾ മൗനമായി പ്രാർത്ഥിക്കട്ടെ. അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് ഈ നിമിഷം കൃപാസൻ ജീവിത ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട ജീവനുള്ള അമ്മ നിനക്ക് വേണ്ടി ഇപ്പോൾ ദിവ്യകാരുണ്യത്തോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന സമയമാണ്. നീ മൗനമായി പ്രാർത്ഥിക്കട്ടെ, ഭക്തിയോടെ പ്രാർത്ഥിക്കട്ടെ, വിശ്വാസത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഇന്ന് പ്രാർത്ഥിക്കുന്നതിന് നീ എത്രയും വേഗം സാക്ഷ്യം പറയാൻ നിനക്ക് കഴിയുമെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ കൊപ്പി കണ്ണുകളടച്ച് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എത്രയോ വെളുപ്പിനെയാണ് നീ എഴുന്നേറ്റത്. ഇന്നലെ ഉറങ്ങാതെ പോലും കുത്തിയിരുന്ന് വണ്ടി പിടിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. അമ്മയോട് നിന്റെ കണ്ണുനീര് പറഞ്ഞ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മധ്യസ്ഥം യാചിക്കാനാണ്. അത് നടക്കും ദൈവപൈതലേ. നിന്നെ കർത്താവ് വെറും കൈയോടെ പറഞ്ഞു വിടത്തില്ല. ഞാൻ അവരെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവർ ജീവിത വഴികൾ പിടഞ്ഞു വീഴുമെന്ന് കർത്താവ് പറഞ്ഞു. അതാണ് നിന്റെ കർത്താവ്. നീ വീഴാനോ നീ തകരാനോ ആഗ്രഹിക്കാത്ത നിന്റെ ദൈവം നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, നീ നിത്യമായി ജീവിക്കാൻ വേണ്ടി നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, നിനക്ക് വേണ്ടി തിരുരാൽ മുറിവേറ്റവൻ, നിനക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവൻ. അവൻ നിന്റെ ഐ അപ്ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ്. നിന്റെ ഉന്നതമായ വിജയകരമായ വലതുകരത്താൽ നിന്നെ കോരിയെടുത്ത് അരുളി ചെയ്യുന്നു. നീ വിജയിക്കുമെന്ന്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, പൂർണ്ണതേ സന്തോഷമേ ആനന്ദത്തിൻ പൂർണ്ണതേ സന്തോഷമേ.
അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് അയോണ ജോഷി. ഇടുക്കി രൂപതയിലെ പനങ്കോട്ടി സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ 2024 ഓഗസ്റ്റ് 27 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പം എൻ്റെ അമ്മ 2023 മെയ് മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അമ്മയുടെ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളൊരു നിയോഗവും അമ്മ വെച്ചിരുന്നു. പക്ഷേ ഒരു എയ്ഡഡ് സ്കൂളിൽ ടീച്ചറാകുവാനുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നതുള്ളതാണ്. എൻ്റെ വിഷയം ഫിസിക്സ് സബ്ജക്റ്റാണ്. ഞാൻ 3 തവണ സെറ്റ് എക്സാം പല തവണ എഴുതി. പക്ഷേ എനിക്ക് ഒരിക്കലും കിട്ടിയില്ല. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. 6 മാസമൊക്കെ തച്ചിന് കുത്തിയിരുന്ന് പഠിച്ചു. പക്ഷേ എനിക്ക് 1, 2, 3 മാർക്കിനോ ഒക്കെ എപ്പോഴും ഞാൻ ഡിസ്ക്വാളിഫൈ ചെയ്യാറുണ്ട്. അന്നേരം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ അമ്മ ഉടമ്പടി എടുത്തതല്ലേ, നീ എനിക്ക് എന്തുകൊണ്ട് നീ തന്നില്ല? ഞാൻ കുറേ പരിഭവവും പരാതികളും എല്ലാം അമ്മയുടെ എടുത്ത് പറഞ്ഞു. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു, നീ ഉടമ്പടി എടുത്താൽ മാത്രമേ പരിശുദ്ധ അമ്മ നിനക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നമ്മ പറഞ്ഞു. അന്നേരം ഞാൻ കുറേ പ്രാർത്ഥിച്ചു, എനിക്കിതേ കൊണ്ടൊക്കെ സാധിക്കുവാൻ പറ്റുമോ? എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം എല്ലാ ദിവസവും ഒന്നും പള്ളിയിൽ പോകാൻ പറ്റില്ല. കാരണം ഞാൻ സ്കൂളിലെ ടീച്ചറാണ്. എല്ലാ ദിവസവും എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിൽ തന്നെ വിചാരിച്ചു. പക്ഷേ ഒരു ദിവസം ഞാൻ 2024 ഓഗസ്റ്റ് 27 ഞാൻ പരിശുദ്ധ അമ്മയുടെ മണ്ണിൽ കാലുകുത്തി. ആ കാലുകുത്തിയതിൻ്റെ ആ അവസരത്തിൽ തന്നെ ഒരു തണുത്തമായ കാറ്റ് എന്നെ സ്പർശിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി കാര്യങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് ആ സെൻറ്ററിലേക്ക് പോയി. ആ സെൻറ്ററിൽ ഞാൻ ഫസ്റ്റ് സീറ്റിലാണ് ഇരുന്നത്. അന്നേരം അച്ഛൻ്റെ ടോക്കിൽ, കാരണം കുറച്ച് നേരമുണ്ട് അച്ഛൻ്റെ ടോക്കിൽ, കുറച്ച് നേരമൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ കുറച്ച് നേരമൊക്കെ ഉറങ്ങിപ്പോയി. കാരണം ഇടുക്കിയിൽ നിന്ന് ഇവിടം വരെ സഞ്ചരിച്ച് രാവിലെ പോന്നതാണ്. പക്ഷേ എനിക്കൊന്നും ശ്രദ്ധിക്കുവാൻ പറ്റിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ മാത്രം ശ്രദ്ധിച്ചു, പരിശുദ്ധ കുർബാന മുടങ്ങാതെ നീ എന്നും കാണണമെന്ന്. എനിക്കറിയാം, ഞാൻ വീട്ടിലാണെങ്കിലും ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമേ പള്ളിയിൽ പോകാറുള്ളൂ. പക്ഷേ എല്ലാ ദിവസവും എൻ്റെ സ്കൂളിൻ്റെ അടുത്ത്, ഞാൻ സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അവിടെ അടുത്തൊരു പള്ളിയുണ്ട്. എല്ലാ ദിവസവും ഞാൻ ആ പള്ളിയിൽ കയറിയിട്ട് മാത്രമേ ഞാൻ പോകാറുള്ളൂ. പക്ഷേ എല്ലാ ദിവസവും എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി കാര്യങ്ങളിലെല്ലാം ഞാൻ ടിക്ക് ചെയ്ത് കൊടുത്തു, എല്ലാ ദിവസവും പള്ളിയിൽ പോകുമെന്നൊക്കെ. പക്ഷേ ഞാൻ വീട്ടിലേക്ക് ചെയ്യുന്നു, ഞാൻ പഴയതുപോലെയായി. കാരണം എനിക്കൊന്നും ചെയ്യുവാൻ പറ്റിയില്ല. കാരണം പള്ളിയിൽ പോക്കൊന്നുമില്ല, കുമ്പസാരമൊക്കെ മാസത്തിലൊരിക്കലായി. അങ്ങനെ ഒരു ഉടമ്പടി ഒരു അലസതയോടുകൂടിയാണ് ഞാൻ ചെയ്തു പോകുന്നത്. പക്ഷേ ഡിസംബർ 25 അതായത് ക്രിസ്മസിൻ രാത്രിയിൽ ഞാൻ പള്ളിയിൽ പോയപ്പോൾ എനിക്കൊരു സ്വരമുണ്ടായി. ഞാൻ കുർബാന കണ്ടുകൊണ്ടിരുന്നത്, നീ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. കാരണം പരീക്ഷ ഞാൻ 3 തവണ എഴുതി, എന്നിട്ടും ഒന്നും എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ആ ദിവസം ഞാൻ ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അങ്ങനെ ഞാൻ 2025 ജനുവരി 1 മുതൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. അങ്ങനെ ഞാൻ അതുപോലെ തന്നെ എക്സാമിൻ്റെ LBS സെൻറ്ററിൽ നിന്ന് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ പിന്നെ ആകെ എൻ്റെ കയ്യിൽ 1 മാസം, കഷ്ടിച്ച് ജനുവരി മാസം മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. എല്ലാ തവണയും ഞാൻ എക്സാം ഡേറ്റ് വരുന്നതിന് മുൻപ് 6 മാസം മുന്നേ ഞാൻ പഠിത്തം തുടങ്ങുമായിരുന്നു. കാരണം ഞാൻ എൻ്റെ മെറിറ്റ് കൊണ്ട് നേടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പരിശുദ്ധ അമ്മ എനിക്ക് തന്നില്ല. ഞാൻ 1 മാസം
അത് എല്ലാം ഞാൻ കവർ ചെയ്യാനൊന്നും സാധിച്ചില്ല. കാരണം സെറ്റ് എക്സാം എന്നുള്ളത് 2 പേപ്പറാണ്. ഒന്ന് ജനറൽ പേപ്പറും രണ്ടാമത്തേത് ഫിസിക്സ് സബ്ജക്റ്റുമാണ്. പക്ഷേ എനിക്കത് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അത്യാവശ്യം നോക്കിയിട്ട് പോയി. പരീക്ഷ അടുക്കും തോറും എനിക്ക് ടെൻഷൻ കൂടി വന്നു. അങ്ങനെ ഫെബ്രുവരി 2-ാം ദിവസമാണ് എൻ്റെ എക്സാം. അത് ഞാൻ കോട്ടയത്താണ് എക്സാം സെൻറ്റർ വെച്ചിരുന്നത്. കാരണം എനിക്ക് പലരോടും പറയാൻ മടിയായിരുന്നു. കാരണം എൻ്റെ കൂട്ടുകാരോട് പോലും ഞാൻ ആരോടും പറയാതെ തന്നെയാണ് എക്സാം എഴുതാൻ പോയത്. കാരണം നാണക്കേട് കൊണ്ടാണ്. എല്ലാവരും ചോദിക്കും, നീ ഇതുവരെ എഴുതി കിട്ടിയില്ലേ എന്ന് ചോദിക്കും. പക്ഷേ ആ നാണക്കേട് മൂലം ഞാൻ എക്സാം സെൻറ്റർ വരെ മാറ്റിവെച്ചു. കൂട്ടുകാർ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ ഇപ്രാവശ്യം ആപ്ലിക്കേഷൻ വെച്ചില്ല എന്ന്. കാരണം ഞാൻ നുണ പറഞ്ഞതല്ല, കാരണം എൻ്റെ നാണക്കേട് മൂലം കൊണ്ടാണ് ഞാനത് അവിടെ പറയാൻ എനിക്ക് സാധിച്ചത്. അങ്ങനെ ഫെബ്രുവരി 2-ാം ദിവസം രാവിലെ എഴുന്നേറ്റപ്പം എനിക്ക് പരീക്ഷയ്ക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ ഒന്നും പഠിച്ചു തീർന്നിട്ടില്ല. എനിക്ക് തലേദിവസമൊക്കെ ആണെങ്കിലും ഉറക്കമൊന്നുമില്ലായിരുന്നു. എന്നിട്ട് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞ ആ 5:30 സമയത്ത് അച്ഛൻ പറഞ്ഞ ടോക്ക്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, നീ ഒരു കാരണത്താലും ടെൻഷൻ അടിക്കണ്ടല്ല. ആ വചനം കൊണ്ടാണ് ഞാൻ എൻ്റെ പരീക്ഷാ സെൻറ്ററിലേക്ക് ഞാൻ കടന്നുപോയത്. അങ്ങനെ പരീക്ഷാ ഹാളിലെത്തിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ സീറ്റിൽ നീ എന്നെ കൊണ്ട് എത്തിക്കണം. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഞാൻ ടെൻഷനും കൊണ്ട് എനിക്ക് വല്ലതും സംഭവിച്ചു പോകുമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അങ്ങനെ പരിശുദ്ധ അമ്മ എന്നെ ആ ഹാളിലേക്ക് പ്രവേശിച്ചു. എല്ലാ കുട്ടികളും വന്ന് ആ പരീക്ഷാ ഹാളിൽ നിറഞ്ഞു. പക്ഷേ എൻ്റെ തൊട്ട് ഫ്രണ്ടിലിരുന്ന സീറ്റ് മാത്രം കാലിയായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി പരിശുദ്ധ അമ്മയ്ക്കുള്ള സീറ്റാണ്, എനിക്ക് അത് ഉത്തരം പറഞ്ഞു തരാനുള്ളൊരു സീറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പുമെല്ലാം ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആരും ചവിട്ടാത്തൊരു സ്ഥലത്തായിട്ട് വിതറി. അങ്ങനെ 9:30 മണി സമയമായി. എക്സാമിനേഴ്സ് എല്ലാം ഹാളിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ എനിക്ക് ഫസ്റ്റ് പേപ്പർ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടി. 1-ാമത്തെ ചോദ്യം മുതൽ 120-ാമത്തെ ചോദ്യം വരെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആകെ 2, 3, 4 ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ. ബാക്കി ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്കറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അറിയാവുന്ന ക്വസ്റ്റ്യൻ, അതായത് 1-ാമത്തെ ക്വസ്റ്റ്യൻ എഴുതാതെ ഞാൻ 120-ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ കറപ്പിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, പരിശുദ്ധ അമ്മേ, ഞാൻ കറപ്പിക്കുന്നതെല്ലാം ശരിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ പേപ്പർ 1 എക്സാമിൻ്റെ സമയം കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഹാളിലേക്ക് പുറത്തിറങ്ങിയപ്പോൾ കാരണം എനിക്ക് പരീക്ഷ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു, എനിക്ക് ഇപ്രാവശ്യവും കിട്ടില്ല, ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തതല്ലേ, പരിശുദ്ധ അമ്മ എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ഓർത്തു. പക്ഷേ ഞാൻ ആ സമയത്ത് അടുത്ത പരീക്ഷയ്ക്കുള്ള കുറച്ച് ഇൻ്റർവെൽ ഉണ്ടായിരുന്നു. ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഫിസിക്സിൻ്റെ സബ്ജക്റ്റിൻ്റെ പേപ്പർ ഒന്നും ഞാൻ നോക്കിയില്ല. ആകെ ഞാൻ നോക്കിയിരുന്നത് അച്ഛൻ്റെ ആ ദിവസത്തെ ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും മാത്രം ഞാൻ കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ സമയം കുറച്ചൊക്കെ പോയി. അങ്ങനെ അടുത്ത പരീക്ഷാ സമയമെടുത്തു. അടുത്ത പരീക്ഷയിൽ കാരണം എല്ലാ പ്രാവശ്യവും പ്രോബ്ലംസ് മാത്രം ചോദിക്കുന്ന ഒരു പേപ്പറാണ് ഫിസിക്സിൻ്റെ സെറ്റ് എക്സാം എന്നുള്ളത്. ഒരു തിയറി പോർഷൻ പോലും ചോദിക്കുന്നില്ല. ഞാൻ ഇപ്രാവശ്യം ആകെ പഠിച്ചുകൊണ്ട് പോയത് തിയറി പോർഷൻ മാത്രമാണ്. അന്നേരം ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലേക്ക് കിട്ടി. ആദ്യം മുതൽ ഒത്തിരി തിയറി ക്വസ്റ്റ്യൻ മാത്രമാണ്, ഞാൻ പഠിച്ച ഭാഗത്തിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ ഇപ്രാവശ്യം ചോദിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവേ, നീ 1-ാമത്തെ പേപ്പർ പാടാക്കിയെങ്കിലും 2-ാമത്തെ പേപ്പർ എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞാൻ അന്നേരം തന്നെ കൊടുത്തു. ഇപ്രാവശ്യം എനിക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. പക്ഷേ പരീക്ഷയെല്ലാം കഴിഞ്ഞു. ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു, പരീക്ഷ 2-ാമത്തെ പേപ്പർ കുഴപ്പമില്ലായിരുന്നു, 1-ാമത്തെ പേപ്പർ അധികം ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ഒരു സെറ്റ് എക്സാം, ഒരു ജനറൽ കാറ്റഗറിക്ക് സെറ്റ് എക്സാം പാസ്സാവണമെങ്കിൽ 116 മാർക്ക് വേണം. എനിക്കാകെ കിട്ടിയ മാർക്ക് 114 മാർക്കാണ്.
അങ്ങനെ എനിക്ക് വീണ്ടും സങ്കടത്തിലായി. ഞാൻ പരിശുദ്ധ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, എന്നെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല, നിൻ്റെ മെറിട്ട് കൊണ്ട് മാത്രമേ ഞാൻ കയറിപ്പോകുകയുള്ളൂ, ഗ്രേസ് ഓഫ് ഗോഡ് മാത്രമുള്ളൂ എനിക്കിനി, വേറെ ആരും എനിക്കില്ല എന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ അമ്മയോട് എന്നും ഒരു പരാതി പറയുമായിരുന്നു, എല്ലാവർക്കും നീ ഒരു എന്തെങ്കിലും ഒരു അടയാളം കൊടുക്കുമെന്ന്, പക്ഷെ നീ എനിക്ക് മാത്രം എന്താ ഒരു അടയാളം തരില്ലാത്തതെന്ന് ഞാൻ പലപ്പോഴും അമ്മയോട് പറഞ്ഞു. അങ്ങനെ ഒരു സന്ധ്യാസമയമായപ്പോൾ ആ ഉടമ്പടി സായാഹ്ന പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ പച്ചത്തിരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അതായത് റിസൾട്ട്, ഞാൻ രണ്ടാമത് ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ എഴുതിയ ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞ മാർച്ച് 25-ാം തീയതിക്ക് മുന്നേ ആയിട്ട് എൻ്റെ റിസൾട്ട് നീ പ്രഖ്യാപിക്കണം, റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഞാനത് ക്വാളിഫൈഡ് ആകണം, പച്ച നിറത്തിൽ തന്നെ അത് എഴുതി കാണിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഒരിക്കലും അത് റെഡ് മഷിയിൽ കാണാം, റെഡ് മഷി എന്ന് പറയുന്നത് ഫെയിൽഡ് എന്നാണ്, അപ്പം അതങ്ങനെ കാണിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 5 ദിവസത്തിന് മുന്നെയായി മാതാവ് എനിക്ക് മേൽ പ്രത്യക്ഷപ്പെട്ടു. ആ പച്ചത്തിരിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനത് അമ്മയോട് ചോദിച്ചു, അമ്മ ഇത് മാതാവ് തന്നെയല്ലേ? അന്നേരം അമ്മ പറഞ്ഞു, ഞാനും അമ്മയും മാത്രം ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അന്നേരം അമ്മ പറഞ്ഞു, അത് മാതാവ് തന്നെയാണ്, നീ നന്നായി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ മാർച്ച് 20-ാം തീയതി ഒരു 12 മണി സമയമായപ്പോൾ സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് എന്ന നോട്ടിഫിക്കേഷൻ LBS സെൻറ്ററിൽ കാണിച്ചു. അന്നേരം ഞാൻ സ്കൂളിലായിരുന്നു, അന്ന് പരീക്ഷാ തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഫോണൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല, ഫോൺ എടുക്കാനുള്ള സമ്മതിക്കുകയുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒളിച്ചും പാത്തുമൊക്കെ ആയിട്ട്, കാരണം സ്കൂളിൽ അറിയത്തില്ല ഞാൻ ഈ സെറ്റ് എക്സാം എഴുതിയ കാര്യമൊന്നും. അങ്ങനെ ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞു, എടാ റിസൾട്ട് വന്നിട്ടുണ്ട്, നീ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് 12 മണിക്ക് സമയമായപ്പോൾ സൈറ്റ് ഹാങ് എന്നാണ് കാണിച്ചിരുന്നത്. പിന്നെ ഞാൻ നോക്കുമ്പം ഇൻവാലിഡ് രജിസ്റ്റർ നമ്പർ. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ ഇനിയും കൈവിട്ട് പോയല്ലോ മാതാവേ എന്ന് ഞാൻ വീണ്ടും അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മ എന്നെ വിളിച്ചു, ഫോണിൽ വിളിച്ചു, എന്തായി റിസൾട്ട് എന്ന് ചോദിച്ച്. അന്നേരം ഞാൻ പറഞ്ഞു, അമ്മേ 2:30 സമയമാകാതെ എൻ്റെ റിസൾട്ട് വരത്തില്ല എന്ന്. കറക്റ്റ് 2:30 സമയമായപ്പോൾ എൻ്റെ അനിയൻ എന്നെ വിളിച്ചു പറഞ്ഞു, നീ സെറ്റ് ക്വാളിഫൈഡ് ആണെന്ന്. ഞാൻ അന്നേരം അമ്മയെ ഉറക്കെ വിളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അന്നേരം സ്കൂളിൽ ആരോടും പറഞ്ഞിട്ടുണ്ടില്ലായിരുന്നോട് ഞാൻ ആരോടും പറഞ്ഞില്ല. കാരണം പരിശുദ്ധ അമ്മയുടെ മുൻപിൽ സാക്ഷിയാക്കി നിർത്തിയതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ കാര്യം പറയുകയുള്ളൂ എന്ന് ഞാൻ വാഗ്ദാനം ചെയ്തു. പിന്നെ എൻ്റെ കൂട്ടുകാർക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാനൊരു ചേട്ടനോട് പറഞ്ഞു, ഇവിടെ കൃപാസനത്തിൽ വരുന്നൊരു ചേട്ടനാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നൊരു ചേട്ടനാണ്. ചേട്ടനോട് പറഞ്ഞു, ഞാൻ ഒരു എക്സാം പാസ്സായിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ആ ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊന്നും പറയാതിരിക്കുന്നേ? പരിശുദ്ധ അമ്മ നിനക്ക് തന്ന ഒരു അത്ഭുതമാണ്, അപ്പം നീ എന്തുകൊണ്ടത് പറയുന്നില്ല? അങ്ങനെ എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ നുണ പറയാതെ ഞാൻ പറഞ്ഞു, ഞാൻ സെറ്റ് ക്വാളിഫൈഡ് ആണെന്ന്. പരിശുദ്ധ അമ്മ എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ്. 2025 എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മ എനിക്ക് സമ്മാനിച്ചത്. 114 മാർക്കാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മ എനിക്ക് 124 മാർക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു. 116 മാർക്ക് കിട്ടേണ്ട സ്ഥാനത്ത് മാതാവിനെ 124 മാർക്ക് കൊണ്ടാണ്, അതിനേക്കാളും കുറച്ച് മാർക്ക് കൂടുതൽ എനിക്ക് ലഭിച്ചു. അതായത് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഇരട്ടി ഫലമാണ് മാതാവ് എനിക്ക് തന്നത്. വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യം നിർത്തുന്നു. അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. കാരുണ്യപ്രവർത്തികളായിട്ട് ഇടുക്കി രൂപതയിലെ ചെറുപുഷ്പ മിഷൻ ലിങ്ക് സംഘടനയിലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് മൂലം എനിക്ക് വൃദ്ധസദനങ്ങളിലും അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് പാവപ്പെട്ട അമ്മമാരോടും ക്രിസ്മസിന് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 ഒക്ടോബർ 23-നാണ്. എൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണിത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനിവിടെ വന്ന് പുതുക്കിപ്പോയത്. പിന്നെ കുറച്ച് ദിവസം, ഒരു നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതെൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് ഒരു 10-15 വർഷത്തോളമായിട്ട് തൈറോയിഡിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു.
കുറേ മരുന്നുകളൊക്കെ എടുത്ത് അങ്ങനെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യും, അങ്ങനെ പോയിക്കൊണ്ടായിരുന്നു അമ്മ. അതിൻ്റെ ഇടയിൽ ആ മരുന്ന് പിന്നെ വലിയ കുഴപ്പമില്ല എന്ന് കണ്ടപ്പോൾ അമ്മ തന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഈയിടെ ഒരു 2024 നവംബറിൽ വീണ്ടും അമ്മയ്ക്ക് ശക്തമായ വേദന വരികയും പിന്നെ അങ്ങനെ ഡോക്ടറെ കണ്ട് ഡോക്ടർ പറഞ്ഞത് സർജറി വേണ്ടി വരും, പിന്നെ കൂടാതെ അതിൻ്റെ കൂടെ ഒരു മുഴ കൂടി ഉണ്ടെന്നായിരുന്നു ഡോക്ടർ അന്ന് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞത് പിന്നെ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു വിട്ടു. പിന്നെ അമ്മ അത് പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്തപ്പോൾ പിന്നെ അത് രോഗസൗഖ്യം ഉണ്ടാവുകയാണ് ചെയ്തത്. എന്നും പ്രാർത്ഥന അമ്മയും പ്രാർത്ഥിക്കും, ഞാനും വീട്ടിലിരുന്ന് പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിച്ചു. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന തൈലം തൊട്ട് ഞാൻ അമ്മ എൻ്റെ അടുത്തല്ല ഉള്ളത്, എന്നാലും ഞാൻ അമ്മേനെ വിചാരിച്ചുകൊണ്ട് എൻ്റെ കഴുത്തിൽ തന്നെ തൈലം തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയ്ക്ക് ഞാൻ ഉപ്പും പത്രവും ഇവിടുന്ന് കിട്ടിയ കാശ് രൂപവും ഒക്കെ കൊടുത്ത് അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അത്രയും ഡോക്ടർ പറഞ്ഞത് എന്തായാലും സർജറി വേണ്ടി വരും, പിന്നെ മുഴയുണ്ടെന്നുള്ളതാണ്. പിന്നെ സ്കാൻ ചെയ്തപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ആ 3 ദിവസവും ശരിക്കും അമ്മ അവിടുന്ന് ഞാൻ ഇവിടുന്ന് രണ്ടാളും പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ അതൊക്കെ ഒന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ സർജറി വേണ്ട, മെഡിസിൻ മതി, തൈറോയിഡും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ പോയിക്കൊണ്ടിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൻ്റെ അടുത്തൊരു വാർഡ് തല ചെക്കപ്പ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നു. അമ്മ ആദ്യം പറഞ്ഞു ഞാൻ പോകുന്നില്ല, എൻ്റെ ടെസ്റ്റുകളൊക്കെ ഇപ്പം കഴിഞ്ഞതല്ലേ, ഒന്നും ഇല്ലയെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ അവർ പറഞ്ഞു എന്തായാലും ഇതിൻ്റെ അകത്ത് എല്ലാവരും പങ്കെടുക്കണം. അമ്മ അങ്ങനെ പോയി. അവിടുന്ന് സ്കാൻ ചെയ്തപ്പോൾ അമ്മയ്ക്ക് ബ്രസ്റ്റിന് ഒരു കല്ലിപ്പ് മാതിരി വേദനയൊക്കെ അങ്ങനെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ വീണ്ടും പിന്നെ അത് എക്സ്റേ വിത്ത് മാമോഗ്രഫി ചെയ്യാൻ വേണ്ടി ഡോക്ടർ പറയാണ് ഉണ്ടായത്. അപ്പോൾ വീണ്ടും ആകെ ടെൻഷനായി മാതാവിനോട് മുറുകെ കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ ഉടമ്പടിയിലല്ലേ, എല്ലാം ഞാൻ അതിൻ്റെ എങ്ങനെയാണോ പാലിക്കേണ്ടത് ആ വിധത്തിൽ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ അമ്മയെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മയും അതുപോലെ തന്നെ വീട്ടിൽ നിന്നും ഞാൻ കൊടുത്ത ഉപ്പും തേനും അമ്മ കഴിച്ച് അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ മാർച്ച് 12-നാണ് സ്കാനിങ് റിപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ അതിലും അമ്മ രോഗസൗഖ്യം എനിക്ക് നെഗറ്റീവാക്കി അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതാണ് എൻ്റെ മെയിൻ ഇന്നത്തെ എൻ്റെ സാക്ഷ്യം നേർന്ന അമ്മേൻ്റെ 2 അസുഖത്തു നിന്നും അമ്മേനെ മാതാവ് കൈപിടിച്ച് ഉയർത്തി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. അമ്മേനെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഞാൻ നിർത്തി ഇവിടെ കൊണ്ടുവന്ന് തന്നെ ഞാൻ സാക്ഷ്യം എന്ന് പറയുമെന്ന് അമ്മയുടെ അടുത്ത് ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സാക്ഷ്യം. അടുത്തത് ഞാൻ വീട്ടിൽ ഹസ്ബൻഡും ഞാനും വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് അൽഷിമേഴ്സ് ആയിരുന്നു. ഇങ്ങനെ എല്ലാം മറന്നു പോവും പെട്ടെന്ന്. നമ്മളെ തന്നെ പേരും ആളെയൊക്കെ ചില സമയത്ത് പൂർണ്ണമായിട്ട് അമ്മേൻ്റെ അടുത്ത് മറന്നു പോവും. കഴിച്ച ഭക്ഷണം വരെ ഒന്നും ഓർമ്മയുണ്ടാവില്ല, മൂത്രമൊക്കെ തനി ഒഴിച്ചു പോവും. അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടും ഉണ്ടായി തുടങ്ങി. ഓരോ ദിവസം കഴിയും തോറും അത് കൂടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് രണ്ടാളും വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് ഒരാളെ വെക്കേണ്ടതായി വന്നു. അങ്ങനെ ഞാൻ ഒരാളെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാനത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിയോഗം വെച്ചതാണ്. മാതാവ് എനിക്ക് നല്ലൊരു വിശ്വസിക്കാൻ പറ്റിയ നമ്മളെ സ്വന്തം ചേച്ചിയെ പോലെ, നമ്മളെക്കാൾ കൂടുതൽ അവരാ വീട്ടിലുണ്ടാവുക. അപ്പോൾ എനിക്ക് ആ ചേച്ചിയെ അമ്മ തന്ന് അനുഗ്രഹിച്ചു. പിന്നെ ചേച്ചിക്ക് ഞാൻ ഇവിടെ നിന്നിടുന്ന പത്രവും കാശ് രൂപമൊക്കെ കൊടുത്ത് ചേച്ചിയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഏപ്രിൽ വന്ന് ഉടമ്പടി എടുക്കും. ഇപ്പം തന്നെ ഞാൻ അമ്മേൻ്റെ അടുത്ത് ആ ചേച്ചിയെ നിർത്തിയിട്ടാണ് വരുന്നത്. പിന്നെ അതും വലിയൊരു ഞാൻ വെച്ച നിയോഗമാണ് എനിക്ക് അമ്മ സാധിച്ചു തന്നത്.
നമ്മളെങ്ങനെ ആ ഒരു കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞ് പുതുക്കി പോയത്. ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെ എനിക്ക് നല്ലൊരു സുഗന്ധ അഭിഷേകം, എല്ലാവരും ഇങ്ങനെ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് എന്നൊക്കെ പറയും, ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു. അപ്പോൾ എനിക്കും ആ ഒരു സുഗന്ധ അഭിഷേകം ഈ കഴിഞ്ഞ ഡിസംബർ 7 ലഭിക്കുകയുണ്ടായി. പക്ഷേ അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഈ ചേച്ചി വരാനായിരിക്കുന്നത് ഞാൻ പിന്നീട് മനസ്സിലാക്കി. ജനുവരി 4 ആകുമ്പോഴത്തേക്കും എനിക്ക് നല്ലൊരാളെ തന്ന് അമ്മ അനുഗ്രഹിച്ചു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ ഒരു 8 വർഷത്തോളമായി എനിക്ക് PCOD എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റ് ഇംഗ്ലീഷിലെടുത്തു, ആയുർവേദം എടുത്തു, ലാസ്റ്റ് ഹോമിയോ ട്രീറ്റ്മെൻറ്റ് 2-3 വർഷം അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത് 2023. ആ ഒരു 15 ദിവസമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ബ്ലീഡിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഉടമ്പടി സാക്ഷ്യം പറഞ്ഞ് പോയ സമയത്ത് പിന്നെ എൻ്റെ അടുത്ത് അമ്മ പറയുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. സ്വപ്നത്തിൽ അമ്മ ഇങ്ങനെ വന്ന് പറയും, ഇനി മോള് ഡോക്ടറെ കാണിക്കണ്ട, ഇവിടുന്ന് തരുന്ന ആ ഉപ്പും തേനും മരുന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ അതോടുകൂടെ ഞാൻ ആ മരുന്ന് ഈ ഹോമിയോ ഒക്കെ ഞാൻ ഒഴിവാക്കി. ഇപ്പം എൻ്റെ മരുന്നെന്ന് പറഞ്ഞാൽ ആ ഉപ്പും തേനുമാണ്. അപ്പോൾ എനിക്ക് ശരിക്കും അത് ഇപ്പം ബ്ലീഡിങ് അങ്ങനെയൊന്നുമില്ല. ഒരാഴ്ച മാത്രമേ അങ്ങനെ ആക്കി അമ്മ അതും എനിക്ക് സാധിച്ചു തന്നു. കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് വീട്ടിൻ്റെ അടുത്ത് തന്നെ ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ പത്രങ്ങളായി കൊടുക്കും, ഭക്ഷണം, പിന്നെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഓഫീസിൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ ഒരു ഭിന്നശേഷി അങ്ങനെയുള്ള ഒരു ഇതുണ്ട്, ഓൾഡ് ഏജ് ഹോം തന്നെ ഉണ്ട്, അവിടെ കൊടുക്കും. പിന്നെ പോകുന്ന വഴിയിലൊക്കെ പ്രാർത്ഥിച്ചാണ്. പത്രം ആദ്യമൊക്കെ കൊടുക്കാൻ നല്ല മടിയായിരുന്നു. ഇപ്പോൾ എനിക്ക് കാര്യങ്ങൾ ആൾക്കാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തൊട്ട് തന്നെ അങ്ങനെ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഒരുപാട് ആൾക്കാരെ കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. ഞാൻ തരുന്ന പത്രങ്ങൾ സന്തോഷത്തോടെ തന്നെയാണ് ആൾക്കാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഉടമ്പടി പ്രകാരം എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ഉടമ്പടി എടുത്ത് അന്ന് മുതലും ജപമാല കണ്ടിന്യൂസായി ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ ഈയിടെ അങ്ങ് മുടങ്ങിപ്പോയി. അത് അമ്മയുടെ ആ ഒരു അമ്മന്ന് വീഴ്ച ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് പിന്നെ ഓരോ ദിവസം കൂടുന്തോറും അമ്മയ്ക്ക് അസുഖം കൂടാൻ തുടങ്ങി. ബ്രെയിൻ ഇങ്ങനെ ചുരുങ്ങി, അമ്മയുടെ അടുത്ത് മറന്നു, നമുക്ക് കണ്ടാലേ മനസ്സിലാവും. ഭക്ഷണം കഴിക്കാതായി, ഇപ്പം നടക്കാതായി. അങ്ങനെയാണ് ഞാൻ ഒരാളെ വെച്ചത്. അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ ഈ ജപമാല അങ്ങ് മുടങ്ങിപ്പോയി. അപ്പം ഈയിടെ ഞാനത് വീണ്ടും കണ്ടിന്യൂസ് ആയത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് അത് പ്രാർത്ഥിക്കും. അതിന് ശേഷമാണ് നമ്മൾ 5:30 പ്രാർത്ഥന ഞാൻ ചെയ്യാറ്. അപ്പം തന്നെ എനിക്ക് വീട് പണിയൊക്കെ ഉണ്ടായിരുന്നു. അത് മുടങ്ങി കിടന്നൊരു കിണർ പണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ 2 ദിവസത്തിനുള്ളിൽ എനിക്കത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ എനിക്ക് എന്താ അറിയില്ല, ജപമാല എൻ്റെ ശക്തിയായിരിക്കും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ അതൊക്കെ എനിക്ക് തുടങ്ങാൻ പറ്റി. ഏകദേശം അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. എന്തായാലും മാതാവിനെ മുറുകെ പിടിച്ചാൽ ആർക്കും അത് എന്തായാലും അത് വെറുതെ ആവില്ല. ഇനി നന്ദി മാതാവിനും യേശുവിനും നന്ദി പറയുന്നു.